മാതൃഭൂമി ന്യൂസ് ബിഗ് ഇംപാക്ട്. ശബരിമല പൂജാദ്രവ്യ കൊള്ളയിൽ കടുത്ത നടപടിയുണ്ടാകുമെന്ന് ദേവസ്വം മന്ത്രി കെ മുരളീധരൻ. ക്രമക്കേട് അട്ടിമറിക്കാൻ അണിയറ നീക്കം നടക്കുന്നുവെന്ന മാതൃഭൂമി ന്യൂസ് വാർത്തയ്ക്ക് പിന്നാലെയായിരുന്നു മന്ത്രിയുടെ പ്രതികരണം. ക്രമക്കേട് കണ്ടെത്തിയ വിജിലൻസ് എസ്പിയെ മാറ്റാൻ ബോർഡിനുള്ളിൽ രാഷ്ട്രീയ നീക്കം നടക്കുന്നു എന്ന വാർത്തയാണ് മാതൃഭൂമി ന്യൂസ് പുറത്തുവിട്ടത്. പൂജാദ്രവ്യ ഇടപാടിലെ ക്രമക്കേട് സംബന്ധിച്ച വിജിലൻസ് റിപ്പോർട്ടും അന്വേഷണത്തിന് ഹൈക്കോടതി ഉത്തരവിട്ടതും പുറത്തുവിട്ടത് മാതൃഭൂമി ന്യൂസാണ്. ശബരിമല സന്നിധാനത്ത് പൂജാദ്രവ്യങ്ങൾ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട് വലിയ ക്രമക്കേടുണ്ടെന്ന് ദേവസ്വം വിജിലൻസ് ആണ് കണ്ടെത്തിയത്. ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടിന്റെ പകർപ്പ് മാതൃഭൂമി ന്യൂസ് പുറത്തുവിട്ടിരുന്നു. ഇതിനു പിന്നാലെ ദേവസ്വം വിജിലൻസിന്റെ അന്വേഷണ റിപ്പോർട്ട് പരിഗണിച്ച ഹൈക്കോടതി 10 വർഷത്തെ പൂജാദ്രവ്യങ്ങൾ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട അക്കൗണ്ടുകൾ മുഴുവൻ പരിശോധിക്കാൻ സംസ്ഥാന ഓഡിറ്റ് ഡിപ്പാർട്ട്മെന്റിന് നിർദ്ദേശവും നൽകിയിരുന്നു. മാത്രമല്ല, സന്നിധാനത്തെ സുപ്രധാന തസ്തികകളടക്കം ദീർഘകാലമായി തുടരുന്ന ഉദ്യോഗസ്ഥരുടെ പട്ടികയും ഹൈക്കോടതി ആവശ്യപ്പെട്ടു. ഇതിനു പിന്നാലെയാണ് ഇതെല്ലാം കണ്ടെത്തിയ ദേവസ്വം വിജിലൻസ് എസ്പി വി സുനിൽകുമാറിനെതിരെ അണിയറ നീക്കം ആരംഭിച്ചത്. രാഷ്ട്രീയ സമ്മർദ്ദത്തിലൂടെ സുനിൽകുമാറിനെ ദേവസ്വം വിജിലൻസ് എസ്പി സ്ഥാനത്ത് നിന്ന് തെറിപ്പിക്കാനുള്ള നീക്കമാണ് ആരംഭിച്ചത്. ഈ അഴിമതിയുമായി ബന്ധപ്പെട്ട ആരോപണ നിഴലുകളിലെല്ലാം കോൺഗ്രസ് അനുകൂല സംഘടനയുടെ നേതാക്കളും ഉൾപ്പെടുന്നുണ്ട്. അവർ കേന്ദ്രീകരിച്ചാണ് ഇത്തരമൊരു നീക്കം നടക്കുന്നതെന്നാണ് സൂചന. ഈ വാർത്ത പുറത്തു വന്നതിന് പിന്നാലെയാണ് ശബരിമല പൂജാദ്രവ്യ കൊള്ളയിൽ ശക്തമായ നടപടി ഉണ്ടാകുമെന്ന കെ മുരളീധരന്റെ പ്രതികരണം വന്നത്. അതിൻ്റെ റിപ്പോർട്ട് ഞാൻ കണ്ടിട്ടില്ല. കണ്ടാൽ അത് സംബന്ധിച്ച് ശക്തമായിട്ടുള്ള നിലപാട് സ്വീകരിക്കും. ആരാണെങ്കിലും കുറ്റക്കാരാണെന്ന് കണ്ട് ആരെയും സംരക്ഷിക്കില്ല. ദേവന്റെ സ്വത്തിൽ കൈയിട്ട് വാരുന്ന ഒരാൾ ഏത് പാർട്ടിയാണെങ്കിലും ശക്തമായിട്ടുള്ള നിലപാട് ഗവൺമെന്റ് ഭാഗത്ത് നിന്ന് സ്വീകരിക്കും. ശബരിമല സ്വർണ്ണക്കൊള്ളയ്ക്ക് ശേഷം മറ്റൊരു വലിയ അഴിമതിയാണ് പുറത്തു വരുന്നത്. അതുമായി ബന്ധപ്പെട്ട പ്രാരംഭ അന്വേഷണമാണ് ഇപ്പോൾ ദേവസ്വം വിജിലൻസ് ആരംഭിച്ചിരിക്കുന്നത്. ആ ദേവസ്വം വിജിലൻസിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ വിശദമായ അന്വേഷണത്തിനാണ് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. 10 വർഷത്തെ കണക്കെടുക്കുമ്പോൾ വലിയ അഴിമതിയുടെ കഥകൾ പുറത്തുവരും. മാത്രമല്ല, സുനിൽസ്വാമി എന്ന വ്യക്തി അവിടെ അനധികൃതമായി നടത്തുന്ന ഇടപാടുകൾ സംബന്ധിച്ചും ഹൈക്കോടതി റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ശബരിമല സന്നിധാനത്തെ സുപ്രധാന തസ്തികകളിൽ ദീർഘകാലമായി ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥരുടെ താൽപര്യത്തെയും ഹൈക്കോടതി സംശയത്തോടെയാണ് വീക്ഷിക്കുന്നത്. ഇതെല്ലാം വന്നപ്പോഴാണ് അഴിമതി പുറത്തു കൊണ്ടുവരുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ അണിയറ നീക്കങ്ങൾ ശക്തമായത്. ഏതായാലും ഈ സമ്മർദ്ദങ്ങൾക്കൊന്നും വഴങ്ങില്ലെന്ന സൂചനയാണ് ദേവസ്വം മന്ത്രി കെ മുരളീധരന്റെ വാക്കുകളിലുള്ളത്.